ഈ ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി നാരങ്ങ വെള്ളമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കുരു ഒന്ന് ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുരുവോട് കൂടിയിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് അപ്പം തന്നെ കുടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുരു ഒഴിവാക്കിയിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചാലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തൊക്കെ വെള്ളം ഉണ്ടാക്കി വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരു ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു ഫ്ലേവറിന് മതി. അതുപോലെ ഇതുപോലെ ഒരു 3-4 പീസ് പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ മിന്റിന്റെ ഫ്ലേവറിലല്ല ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ. ഇതുപോലെ ചെറിയ 5 പീസ് പൈനാപ്പിൾ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആവരുത്, കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിതിലുള്ള പുളിയും മധുരമൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റീഫ്രഷിങ് ഡ്രിങ്ക് റെഡിയായി. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു നാരങ്ങ വെള്ളം. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.